പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കർമ്മലനാഥയുടെ അരുമമക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17, 18, 19 അധ്യായങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. കർമ്മലമാതാവിൻ്റെ ഭക്തരായി പിൽക്കാലത്ത് വളരാനിരുന്ന ഒരു സന്യാസ സമൂഹത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഏലിയ പ്രവാചകൻ ദൈവസ്നേഹത്തെ പ്രതി വളരെയേറെ ജ്വലിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. നീ ഇവിടെ എന്തു ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഏലിയ പറഞ്ഞത്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നേരെയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. അങ്ങ് ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി തീക്ഷ്ണതയോടെ ജ്വലിച്ചിരുന്ന മനുഷ്യൻ, വലിയൊരു പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ കാലത്ത് ആഹാബ് രാജാവ് ദൈവ മഹത്വത്തെ ധിക്കരിച്ചുകൊണ്ട് നിരസിച്ചുകൊണ്ട് ബാൽ ദേവനെ കുടിയിരുത്തി ആരാധിക്കുവാൻ തുടങ്ങി. രാജാവ് താല്പര്യം കാണിക്കുമ്പോൾ ജനങ്ങളെല്ലാം സ്വമേധയാ അങ്ങോട്ട് തിരിയുകയാണ്. അങ്ങനെ വളരെ വലിയ നിന്ദ്യമായ രീതിയിൽ അവർ ഏക സത്യദൈവത്തെ ഉപേക്ഷിച്ച് ബാൽദേവൻ്റെ ആരാധനയിൽ മുഴുകുവാൻ തുടങ്ങി. ഇത് കണ്ട് ഹൃദയം വേദനിച്ച എലിയ പ്രവാചകൻ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചു, ഈ നാട്ടിൽ മഴയുണ്ടാകരുതേ, മഴയില്ലാതെ പോകട്ടെ. ഏലിയായുടെ ആ പ്രാർത്ഥന ഫലിച്ചു. 3.5 വർഷത്തോളം അവിടെ മഴ പെയ്തില്ല. ഇത് തങ്ങൾ തെറ്റിനെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാക്കുവാൻ വേണ്ടിയാണ്. ഈ വരൾച്ചയുടെ ദുരന്തം അനുഭവിക്കുമ്പോൾ അവർ ചിന്തിക്കും, ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണ്. അങ്ങനെ ആ തെറ്റിൽ നിന്ന് അവർ പിന്തിരിയണം. അതിനുവേണ്ടിയാണ് ഈ വരൾച്ച വരുവാൻ പ്രവാചകൻ പ്രത്യേകമായും പ്രാർത്ഥിക്കുന്നത്. 3.5 വർഷത്തോളം മഴ പെയ്തില്ല. വളരെയേറെ ദുരിതങ്ങളും കഷ്ടതകളും ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ആകെ അസ്വസ്ഥതയായി. രാജാവും ഇത് പരിഹരിക്കുന്ന മാർഗം, ഇത് വരുത്തി വച്ചത് ഏലിയായാണ്, അതുകൊണ്ട് ഏലിയായെ പിടിച്ച് ശിക്ഷിക്കണം, കൊല്ലണം എന്നൊക്കെയുള്ള ചിന്തയുമായി രാജാവ് മുന്നോട്ട് പോകാൻ തുടങ്ങി. പിന്നെ നടന്ന സംഭവം നമുക്കറിയാം. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ജലാശയങ്ങളെല്ലാം വറ്റി, വെള്ളം ലഭിക്കാതായി, ജനങ്ങളാകെ കഷ്ടത്തിലായി. അപ്പോൾ പ്രവാചകൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. രാജാവിനെ ചെന്ന് കണ്ട് ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. കർമ്മല മലയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുക. അവിടെ ദൈവത്തിന് ബലിയർപ്പിക്കുവാനായി ബലിപീഠമുണ്ടാക്കാം. ബാലിൻ്റെ പ്രവാചകന്മാർ, പുരോഹിതന്മാർ അവർക്ക് വേണ്ടി ബലിവേദി ഉണ്ടാക്കി അവിടെ ബലിവസ്തുക്കൾ നിരത്തി പ്രാർത്ഥിക്കട്ടെ. അവരുടെ വീടും കഴിഞ്ഞിട്ട് ഞാനും ബലിപീഠമുണ്ടാക്കി യഥാർത്ഥ സത്യദൈവമായ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആരുടെ പ്രാർത്ഥനയാണോ
ദൈവം കേൾക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ബലിവസ്തു സ്വീകരിക്കുന്നത്, അതായിരിക്കും യഥാർത്ഥമായ ദൈവം. വെല്ലുവിളി സ്വീകരിക്കാതെ നിവർത്തിയില്ല എന്നായി. അവരവരുടെ ബലിവേദി ഒരുക്കി പ്രാർത്ഥിച്ചു. എല്ലാ തരത്തിലുമുള്ള ചേഷ്ടകളും പ്രത്യേക ഗാനങ്ങളും നൃത്തങ്ങളും സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് രക്തമൊലിപ്പിക്കലും ഒക്കെ അവർ നടത്തി. ഫലമൊന്നും ഉണ്ടായില്ല. ബലിവസ്തു സ്വീകരിക്കപ്പെട്ടില്ല. എലീയ പ്രവാചകൻ ബലിവേദി ഒരുക്കി. സാധാരണ നിലയിൽ ഉള്ള ഒരു തീയല്ല അവിടെ വരുന്നത് എന്ന് കാണിക്കുവാനായി ബലിപീഠം ഒരുക്കി ബലിപീഠത്തിൽ ബലിവസ്തുക്കളൊക്കെ വെച്ചതിന് ശേഷം വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുവാൻ പറഞ്ഞു. വെള്ളം ധാരാളം ഒഴിച്ചു. എല്ലാം നനഞ്ഞു കുതിർന്ന് വെള്ളം താഴേക്ക് ഒഴുകി ചുറ്റും ഉണ്ടാക്കിയിരുന്ന കിടങ്ങ് നിറയെ വെള്ളം കൊണ്ട് നിറഞ്ഞു. സാധാരണ സ്വാഭാവികമായ രീതിയിൽ അങ്ങോട്ട് തീ കടന്നു വരുവാൻ ഒരു വഴിയുമില്ലാത്ത വിധം എല്ലാം ഭദ്രമാക്കി. എന്നിട്ടാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. പിന്നീട് നടന്ന സംഭവമൊക്കെ നമുക്കറിയാം. എലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്നു, അഗ്നി ഇറങ്ങി വന്നു, ബലിവസ്തുക്കൾ സ്വീകരിച്ചു. അവിടെ അടുക്കിയ വിറകുകളെല്ലാം കത്തി നശിച്ചു. ബലിപീഠം കത്തി. ആ കിടങ്ങിൽ കിടന്ന് വെള്ളം മുഴുവനും പറ്റി ആകെ ഉണങ്ങി വരണ്ടു. ഈ ഒരു ശുഷ്കാന്തി, പിന്നെ അതിൻ്റെ വിശദീകരണം വീണ്ടും കുറേ കൂടി നമുക്ക് പോകാൻ പറ്റും. പിന്നീട് കാണുന്നത് ഏലിയ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തനിച്ച് മലയിലിരുന്ന് ഏകാഗ്രതയോടുകൂടി മഴ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മഴ നിന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച ഏലിയ പ്രവാചകൻ തന്നെ ഇപ്പോൾ എല്ലാം അനുകൂലമായെന്ന് കണ്ടപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആദ്യം ഒരാവർത്തി പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരോട് കടയിൽ പോയി വല്ല അടയാളവും കൊണ്ട് നോക്കാൻ പറഞ്ഞു. ഒന്നും കാണുന്നില്ല. 2-ാം പ്രാവശ്യം, 3-ാം പ്രാവശ്യം, 4-ാം പ്രാവശ്യം, അങ്ങനെ 6 പ്രാവശ്യവും ശിഷ്യന്മാർ പറഞ്ഞയച്ചു. ഒന്നും കാണുന്നില്ല. 7-ാമത്തെ പ്രാവശ്യം വീണ്ടും ഏലിയ പ്രാർത്ഥിച്ചു. ഇനിയും കടലിൽ ചെന്ന് നോക്കുക. ശിഷ്യന്മാരെ അയച്ചു. അവർ ചെന്ന് നോക്കിയപ്പോൾ പറഞ്ഞു, ഒരു കൈപ്പത്തിയോളം അല്ലെങ്കിൽ ഒരു കാൽപാദത്തോളം വലുപ്പമുള്ള ഒരു മേഘശകലം കടലിൽ നിന്നും ഉയർന്നു വരുന്നു. ഈ കൈപ്പത്തിയുമൊക്കെ ഇപ്പോൾ കൂടുതലും തർജ്ജമയിൽ കാണുന്നത് കൈപ്പത്തി എന്നാണ്. പണ്ട് കാൽപ്പത്തിയോളം എന്നും വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു. അതിന് കൊടുത്തിരുന്ന വാഗ്ദാനം ഇതാണ്, വ്യാഖ്യാനം ഇതാണ്: നാരിക സർപ്പത്തിൻ്റെ തലയെ തകർക്കാനിരിക്കുന്ന പാദത്തെയാണ് സൂചിപ്പിച്ചത്. വരൾച്ച മുഴുവൻ ഇല്ലാതാക്കുന്ന, തിന്മയെ മുഴുവനും ഉന്മൂലനം ചെയ്യുന്ന ആ ശക്തി, അതാണ് ആ കാൽപാദത്തോളമുള്ള മേഘശകലത്തിലൂടെ സൂചിപ്പിക്കപ്പെട്ടത് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. വീണ്ടും നമ്മൾ കാണുന്ന മറ്റൊന്ന്, മാതാവാണ് നാരിക സർപ്പത്തിൻ്റെ തലയെ തകർത്തത് എന്ന രീതിയിലും ആ ഭാഗം വ്യാഖ്യാനിക്കുവാൻ സാധിച്ചിരുന്നു. കാരണം നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ സന്തതി ഉളവാക്കും. അവൻ അല്ലെങ്കിൽ അവൾ തർജ്ജമ ചെയ്യുന്ന പിന്നത്തെ വാക്യം, അവൾ നിന്റെ തലയെ തകർക്കും അല്ലെങ്കിൽ അവൻ നിന്റെ തലയെ തകർക്കും. അങ്ങനെ പറയുവാൻ കാരണം ഈപ്സേ എന്ന പദം, ഈപ്സേ, ഈപ്സ, ഈപ്സും. ഈപ്സ എന്ന് പറഞ്ഞ പുല്ലിംഗം, ഈപ്സ സ്ത്രീലിംഗം, ഈപ്സും നപുംസകം. അപ്പോൾ ഈ ന്യൂട്രൽ നൗൺ ഉപയോഗിച്ചതുകൊണ്ട് അത് സ്ത്രീലിംഗമായിട്ടോ പുല്ലിംഗമായിട്ടോ തർജ്ജമ ചെയ്യാം. അങ്ങനെയായിരിക്കണമെന്ന് അവൻ നിന്നെ തല തകർക്കും എന്ന് പറഞ്ഞത്. കുറേ കൂടി ശരി, ദൈവത്തിനായി മിശിഹായാണ്, യേശുവാണ് തലയെ തകർക്കുവാൻ പോകുന്നത് എന്ന
ആശയത്തെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവൻ നിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞു. ഏതായാലും ആ സർപ്പത്തിൻ്റെ സാത്താൻ്റെ തലയെ തകർക്കുന്നതിൽ മാതാവിന് പ്രത്യേകമായൊരു സ്ഥാനമുണ്ട് എന്ന് നമുക്ക് എന്ന് നമ്മൾ അംഗീകരിക്കണം. കാരണം യേശുവിനോട് ഏറ്റവും അധികം സഹകരിച്ച് രേഷ്ണീകർമ്മത്തിലും സാത്താനെ പരാജയപ്പെടുത്തുന്നതിലും ഏറ്റവും ശക്തമായി സഹകരിച്ച വ്യക്തിയാണ് മാതാവ്. അപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം പ്രത്യേകം അവരെ അനുസ്മരിക്കുന്നതിൽ അപാകതയൊന്നുമില്ല. അപ്പം അങ്ങനെ സർപ്പത്തിന് തലയെ തകർക്കാനിരിക്കുന്ന ആ പാദത്തെ സൂചിപ്പിക്കുകയായിരുന്നു കാൽപാദത്തോളമുള്ള ആ മേഘശകലം ഉയർന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാഖ്യാനിച്ചിരുന്നത്. ഇനി വിശുദ്ധ ബനവന്തിര പറയുന്നത് പഴയ നിയമത്തിൽ ഓരോ പേജും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മാതാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ബൈബിൾ മുഴുവൻ പഴയ നിയമത്തിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ മാതാവിനെക്കുറിച്ച്, പഴയ നിയമത്തിലൊന്നുമില്ല എന്ന് പറയുന്നത് ശരിയല്ല. പഴയ നിയമം മുഴുവനും മാതാവിനെ പരോക്ഷമായി കാണുന്നതിന് കഴിയും. മാതാവിനെക്കുറിച്ചുള്ള പ്രതിപാദനകൾ കാണാൻ പറ്റും, മാതാവിനെക്കുറിച്ചുള്ള സൂചനകൾ കാണാൻ പറ്റും. മാതാവ് പഴയ നിയമ സംഭവങ്ങളിലും വ്യക്തികളിലുമൊക്കെ നിഴലിച്ച് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യം ഈ കർമ്മലമലയിലെ ആ മേഘക്കീറിലും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇനി ഈ മേഘക്കീറിനെക്കുറിച്ച് ഉള്ള ചിന്തകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: കടലിൽ നിന്ന് ഉയർന്നു വന്ന മേഘശകലം. കടൽ ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളത്തിൽ നിന്ന് രൂപം കൊണ്ട കാർമേഘം ആകാശത്തേക്ക് ഉയരുന്നു, ആകാശത്ത് പടരുന്നു, മഴ പെയ്യിക്കുന്നു. ഇങ്ങനെ പെയ്തു വീഴുന്ന മഴവെള്ളത്തിൽ ഉപ്പ് അല്പം പോലും ഉണ്ടാവില്ല. ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് മഴവെള്ളം. അപ്പോൾ ഉപ്പ് കലർന്ന വെള്ളത്തിൽ നിന്നും രൂപം കൊണ്ട മേഘശകലം അല്പം പോലും ഉപ്പില്ലാതെ ഏറ്റവും ശുദ്ധമായ ജലം വർഷിക്കുവാൻ പ്രാപ്തിയുള്ള മേഘമായി മാറുന്നു. ഇതും പ്രത്യേകമായ രീതിയിൽ മാതാവിനെ സൂചിപ്പിക്കുന്നതാണ്. പാപപങ്കിലമായ മനുഷ്യകുലത്തിൽ നിന്നാണ് മാതാവ് ഉത്ഭവിക്കുന്നതെങ്കിലും അവളിൽ പാപലേശം ഒട്ടുമില്ലാത്ത നിഷ്കളങ്കയായ അമലോത്ഭയായ മാതാവായി മാറുന്നു. ഉപ്പ് കലർന്ന വെള്ളത്തിൽ നിന്നും രൂപം കൊണ്ട മേഘശകലത്തിൽ ലേശം പോലും ഉപ്പില്ലാതെ വരികയും ഏറ്റവും ശുദ്ധമായ ജലം നൽകുകയും ചെയ്യുന്നത് പോലെ മാതാവ് പാപപങ്കിലമായ ഈ ലോകത്തിൽ നിന്നാണ്, മനുഷ്യനിൽ നിന്നാണ് ഉത്ഭവിച്ചതെങ്കിലും അവളിൽ പാപമാലിന്യം ലേശമില്ല. പാപലേശമില്ലാത്ത പാപത്തെ മുഴുവനും ഹനിക്കുന്ന, ഇല്ലാതാക്കുന്ന യേശുവിനെ ഭൂമിക്ക് വർഷിച്ചു തരികയും ചെയ്തു. അങ്ങനെ അത് മാതാവിനെക്കുറിച്ച് വളരെ വ്യക്തമായ ശക്തമായ സൂചന നൽകുന്ന ഒന്നാണ്. ഇനി എല്ലാ കൃപാവരങ്ങളുടെയും മധ്യസ്ഥയായി മാതാവിനെ ആ മേഘശകലം എടുത്തു കാണിക്കുന്നു. വരണ്ടുണങ്ങിയ ഭൂതലം, അവിടെ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ദാഹിച്ച് പൊരിഞ്ഞിരിക്കുന്ന ഭൂമി, ആ ഭൂമിക്ക് 3 വർഷമായി കിട്ടാതിരുന്ന വെള്ളം അതിസമൃദ്ധമായി അവിടെമെല്ലാം ഒരു പ്രളയം എന്ന പോലെ വെള്ളം പടരത്തക്ക വിധം വെള്ളം കൊണ്ട്, മഴ കൊണ്ട് അവിടെ നിറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായ കൃപാവരം ആവശ്യമായ സമയത്ത് ആവശ്യത്തിനും അധികമായിരുന്ന വണ്ണം അതിസമൃദ്ധമായി നമ്മിലേക്ക് വർഷിക്കുന്ന പ്രത്യേകമായ സാന്നിധ്യം, ശക്തി, അതാണ് മാതാവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രവാചകനായ ഏലിയ ആ പ്രവാചക ശക്തിയിൽ
വലിയൊരു പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ സൂചനയായി ഇതിനെ കാണുകയും അത് വരാനിരിക്കുന്ന രക്ഷകൻ്റെയും രക്ഷകൻ്റെ അമ്മയെയും സൂചിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ വരാനിരിക്കുന്ന രക്ഷകനെ, ആ രക്ഷകൻ്റെ അമ്മയെ സ്വീകരിക്കുവാൻ ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ യേശുവിന് ജന്മം കൊടുക്കാനിരിക്കുന്ന അമ്മയെയും മുൻകൂട്ടി കണ്ട് ആ ദൈവീക രഹസ്യത്തോട് ഭക്തി പുലർത്തുന്ന ഒരു പ്രത്യേകമായ ചൈതന്യവിശേഷം കർമ്മലമലയിൽ വളർന്നിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരെ വിശുദ്ധ ഏലിയ പ്രവാചകൻ ഒരു താപസ സമൂഹത്തിന് രൂപം കൊടുത്തു. താപസരായി, സന്യാസികളായി അവർ ആ മലയിൽ താമസിച്ചു. അവർ പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെയും അവിടുത്തെ അമ്മയുടെയും വരവിന് വേണ്ടി കാത്തുകാത്തിരുന്നു. അതാണ് കർമ്മല സഭയുടെ പ്രാധാന്യവും പ്രത്യേകതയുമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി ഈ ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രം, മേലങ്കി, അതിന് ഒരു പ്രത്യേകമായ പ്രാധാന്യം ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 19-ാം വാക്യം. ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ട് 12 ഏർ കാള ഉഴുതുകൊണ്ടുവന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിൻ്റെ മകൻ എലീഷായെ കണ്ടു. അവൻ 12-ാമത്തെ നിരയിലായിരുന്നു. ഏലിയ അതിന് സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേലിട്ടു. ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയയുടെ പിന്നാലെ പോയി. തൻ്റെ ശിഷ്യനെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകമായും തൻ്റെ മേലങ്കി ആ മനുഷ്യൻ്റെ മേൽ ഇട്ടുകൊണ്ടാണ്. ഇവിടെയും വളരെ പ്രത്യേകമായും ഒരു സൂചന കാണാം. മാതാവ് തൻ്റെ മക്കളെ തിരഞ്ഞെടുക്കുന്നത് തൻ്റെ വസ്ത്രം, തൻ്റെ മേലങ്കി അവരെ അണിയിച്ചുകൊണ്ടാണ്. നമ്മളൊക്കെ അങ്ങനെ മാതാവിൻ്റെ ആ മേലങ്കി സ്വീകരിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ്. ഇനി 2 രാജാക്കന്മാർ 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു. വെള്ളം ഇരുവശത്തേക്ക് മാറി ഇരുവരും ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടന്നു. ജോർദാൻ നദി കിടക്കുന്ന രംഗമാണ് വിവരിക്കുന്നത്. എലീഷായും കൂട്ടിക്കൊണ്ട് യാത്ര പോവുകയാണ്. ഏലിയ പ്രവാചകൻ്റെ ഏതാണ്ട് അവസാന യാത്രയെന്ന് പറയാം. ആ വഴി അത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ പോവുകയാണ്. ശിഷ്യനായ എലീഷയോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക, കൂടെ വരണ്ട. എലീഷ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങ് വിട്ടുപിരികയില്ല, അങ്ങയോട് കൂടെ തന്നെ വരും. വീണ്ടും കുറേ കൂടി മുന്നോട്ട് നടന്നു. അവിടെയും വീണ്ടും പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക, ഞാൻ കുറേ കൂടി മുന്നോട്ട് പോകാൻ ദൈവം ആവശ്യപ്പെടുന്നു. ശിഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങയോട് കൂടി വരും, അങ്ങ് വിട്ടുപിരികയില്ല. കുറേ കൂടി നടന്നു. എനിക്ക് ജോർദാൻ വരെ പോകാനുണ്ട്, അങ്ങോട്ട് തന്നെ ദൈവം വിളിക്കുന്നത്, അത് നീ ഇവിടെ നിൽക്കുക. പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങയോട് കൂടെ തന്നെ വരും. അങ്ങനെയാണ് അവർ ജോർദാൻ നദിക്കരയെത്തുന്നത്. ജോർദാൻ നദി കടക്കുന്നതിനാണ്. വെള്ളം കുത്തിയൊഴുകുന്നു, കടക്കുവാൻ വഴിയില്ല. ഏലിയ പ്രവാചകൻ തൻ്റെ മേലങ്കി എടുത്ത് വെള്ളത്തിലടിച്ചു. ഉടനെ ആ വെള്ളം 2 വശത്തേക്ക് നീങ്ങി. നടുവിലൂടെ ഒരു പാത തുറക്കപ്പെട്ടു. ആ പാതയിലൂടെ ഏലിയ പ്രവാചകനും ശിഷ്യനായ എലീഷായും മറുകരയ്ക്ക് കടന്നു.
നമുക്ക് മാതാവ് നൽകിയിരിക്കുന്ന ഈ പ്രത്യേകമായ വസ്ത്രത്തിൻ്റെ ദൈവികമായ ശക്തിയെ പ്രത്യേകമായും എടുത്തു കാണിക്കുകയാണ്. പാപമംഗലമായ ഈ ലോകത്തിൻ്റെ മധ്യത്തിലൂടെ നമുക്ക് നടത്തുന്ന യാത്രയിൽ നമുക്ക് സുഗമമായ സുരക്ഷിതമായ കാൽ നനയാതെ മറുകര കടക്കുന്നതിന് സഹായകമായ രീതിയിൽ വഴി തുറന്നു തരുവാൻ ഈ വസ്ത്രത്തിന് കഴിയും. അതാണ് മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന കർമ്മല വസ്ത്രം, തിരുവുത്തിരിയും. അങ്ങനെ ഈ മേലങ്കി ശക്തിയാൽ ജലം ഇരുവശത്തേക്കും തിരിയുന്നു. ജോർദാൻ നദിയിലൂടെ വഴിയൊരുങ്ങുന്നു. രണ്ടുപേരും അക്കരയ്ക്ക് കിടക്കുന്നു. ഏലിയായിക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനുള്ള സമയമായി. അപ്പോൾ എലിയായോട് എലീശ ചോദിച്ചിരുന്ന അങ്ങയുടെ ഈ ദൈവിക ശക്തി, പ്രവാചക ശക്തി, അതിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നദ്ദേഹം പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്ന സമയത്ത് നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കത് ലഭിക്കും. ഇവിടെ ആ അവസരം വരികയാണ്. ജോർദാൻ നദി കടന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു കാറ്റ് വീശുന്നു. ഒരാഗ്നേയ രഥം ആഗ്നേയ കുതിരകളുമായി പ്രത്യക്ഷപ്പെടുന്നു. ഏലിയ ആ രഥത്തിൽ കയറുന്നു. രഥം വലിയൊരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയാൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. എലീശ ഉറക്കെ നിലവിളിക്കുന്നുണ്ട്, പാത്തർമി പാത്തർമി, എൻ്റെ പിതാവേ എൻ്റെ പിതാവേ, കൂറൂസ് ഇസ്രയേൽ ഏ തവരിക യേയൂസ്. ഇസ്രയേലിൻ്റെ രഥവും ഇസ്രയേലിൻ്റെ കുതിരകളും കുതിരക്കാരനും എന്നൊക്കെ നിലവിളിക്കുകയാണ്. ഏതായാലും കുഞ്ഞിപ്പോൾ കാണുന്നത് ഏലിയ പ്രവാചകൻ്റെ മേലങ്കി വീണ് കിടപ്പുണ്ടായിരുന്നു. ഈ മേലങ്കി അദ്ദേഹം എടുത്തു. ഈ മേലങ്കിയുമായിട്ട് തിരികെ പോരുകയാണ്. ജോർദാൻ നദിക്കര വന്നു. നദി പഴയതുപോലെ ഒഴുകുകയാണ്. എലീശ പ്രവാചകൻ ദൈവത്തിൻ്റെ ശക്തി ഇവിടെ വീണ്ടും തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയ പ്രവാചകൻ്റെ ആ മേലങ്കിയെടുത്ത് വെള്ളത്തിലടിക്കുന്നു. വീണ്ടും വെള്ളം വഴിമാറുന്നു. എലീശയ്ക്ക് കടന്നു പോകാൻ സാധിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇങ്ങോട്ട് ഒത്തിരി അത്ഭുതങ്ങൾ ഏലിയ പ്രവാചകൻ നടത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഈ സംഭവത്തോടുകൂടെ എലീശ പ്രവാചകൻ കർമ്മല മലയിലേക്ക് വന്നു. തൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സന്യാസികളെയും താപസരെയും ഒരുമിച്ച് കൂട്ടി അവിടെ ഒരു മാതാവിനുള്ള ഭക്തി നിറഞ്ഞ രക്ഷകനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ നിമഗ്നമായ ഒരു ജീവിതം അവർ നയിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. മാതാവിനോടുള്ള ഭക്തി മാതാവിൻ്റെയോ കർത്താവിൻ്റെയോ ജനനത്തിന് മുൻപേ തന്നെ കർമ്മല സഭയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതി അനുസരിച്ച് രൂപം കൊണ്ടുവരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഈ ഒരു ഭക്തിയാണ് വാസ്തവത്തിൽ കർമ്മല സഭയിലെ സന്യാസികളുടെ പ്രത്യേകമായ ആധ്യാത്മിക പൈതൃകമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1240 വർഷങ്ങളേറെ കഴിഞ്ഞു. കർത്താവ് ജനനം കഴിഞ്ഞു. 1241 കർമ്മലിത സഭ ഇംഗ്ലണ്ടിലേക്ക് പറിച്ചു നടപ്പെട്ടു. നമുക്കറിയാം, പലസ്തീനായിൽ കർമ്മല മലയിൽ മുസ്ലിങ്ങളുടെ ആക്രമണ നിമിത്തം ഈ സന്യാസികൾക്ക് അവരുടെ ജീവിതം തുടരുവാൻ ബുദ്ധിമുട്ടായി. അവർക്ക് അവിടം വിട്ട് ഓടിപ്പോരേണ്ടി വന്നു. ഇംഗ്ലണ്ടിലേക്കാണ് അവർ അഭയം തേടിയത്. അവിടെ ചെന്ന് വീണ്ടും അവിടെയും സ്വീകരിക്കുവാൻ അവർക്ക്
ഇംഗ്ലണ്ടിലുള്ളവർക്ക് താല്പര്യക്കുറവ്, മറ്റു ചില ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഇതെല്ലാം കൊണ്ടും സഭ വളരെ കഷ്ടത്തിലായൊരു സന്ദർഭം. അന്ന് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു സഭയുടെ പ്രിയോർ ജനറൽ. അദ്ദേഹം വളരെ തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 1245 സൈമൺ സ്റ്റോക്ക് സഭയുടെ ജനറലായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1851 അന്ന് ഈ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് 90 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഈ 90 വയസ്സ് പ്രായമായ സൈമൺ സ്റ്റോക്ക് കർമ്മല സഭയുടെ സംരക്ഷണത്തിന് വേണ്ടി മാതാവിനോട് അതിതീവ്രമായി തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് 1251 ജൂലൈ 16 മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തിരുവുത്തിരിയെ നൽകുന്നത്. തൻ്റെ പ്രത്യേകമായ വസ്ത്രം, പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അടയാളമായി നൽകുകയാണ് അമ്മ അന്ന് ചെയ്തത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തിരിയെ നൽകി. സഭയുടെ പ്രതിസന്ധികൾ അതോടെ അപ്രത്യക്ഷമാകുവാൻ തുടങ്ങി. കറുത്തിരുണ്ടിരുന്ന കാർമേഘങ്ങളൊക്കെ അപ്രത്യക്ഷമായി. അന്തരീക്ഷം ശോഭായമാനമായി. ആകെ സഭയിൽ സമാധാനവും സന്തോഷവും പടരുവാൻ തുടങ്ങി. സഭ ശക്തിയാർജിച്ച് അതിവേഗം വ്യാപിക്കുവാൻ തുടങ്ങി. അതേസമയം ഈ തിരുവുത്തിരിയത്തോടുള്ള ഭക്തി ജനങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുവാനും തുടങ്ങി. പിന്നെ നമുക്കറിയാം, സഭയുടെ കർമ്മലിത്ത സഭയുടെ ഔദ്യോഗിക വസ്ത്രത്തിൻ്റെ ഭാഗമായിരുന്ന സ്കാപ്പുലർ ഉത്തരീയം അതിന് ഒരു ചെറിയ രൂപമുണ്ടാക്കി എല്ലാവരും ധരിക്കുവാൻ പാകത്തിലാക്കി. അത് ജനങ്ങൾ ഭക്തിയോടുകൂടി സ്വീകരിച്ചു. അതവർ ധരിച്ചു തുടങ്ങി. അങ്ങനെ വളരെയധികം കൃപകളും അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ ഉത്തരീയത്തിലൂടെയും കർമ്മല സഭയിലൂടെയും ജനങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങി. 1262 ജോൺ 4 പാപ്പ ഉത്തിരീയ സഖ്യത്തിന് ഔദ്യോഗികമായ അംഗീകാരം നൽകി. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തന്നെ ഒത്തിരി ലഭിച്ചിട്ട് അധികം താമസിയാതെ തന്നെ ഒത്തിരി സഖ്യം സ്ഥാപിച്ചു. 1251 ശേഷം 1262 ഊർബൻ 4 പാപ്പ ഈ സഖ്യത്തിന് ഔദ്യോഗികമായ അംഗീകാരം നൽകി. മാതാവ് നൽകിയ ഒത്തിരിയും കർമ്മലിത്ത സഭയുടെ ഔദ്യോഗിക വസ്ത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. അൽമയുടെ ഉപയോഗത്തിനായി ഉത്തിരിയത്തിൻ്റെ ലഘൂകരിക്കപ്പെട്ട രൂപം പിൽക്കാലത്ത് സഭ അംഗീകരിച്ചു. ഇങ്ങനെ വളരെയധികം പ്രത്യേകമായ മാതൃവാത്സല്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മാതാവ് നൽകുന്ന അടയാളമായ വസ്ത്രത്തിൻ്റെയും ശക്തി കൊണ്ട് വളരെയധികം കൃപകളും അനുഗ്രഹങ്ങളും സഭയ്ക്ക് മുഴുവൻ നൽകപ്പെട്ട ഒരു ചരിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. 1276 ഒരു പ്രത്യേകമായ സംഭവം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഈ നവീകരിക്കപ്പെട്ട രൂപത്തിലുള്ള ഉത്തിരിയം ധരിച്ചുകൊണ്ടാണ് ഗ്രിഗിരി 10 മാർപ്പാപ്പ മരിക്കുന്നത്. അദ്ദേഹം മരിച്ച് മൃതസംസ്കാരം നടത്തിയപ്പോൾ ഈ ഉത്തിരിയം, സാധാരണ നമ്മൾ ധരിക്കുന്ന ആ ചെറിയ ഉത്തിരിയം അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നു. അന്ന് മൃതസംസ്കാരം നടന്നു. അതിനുശേഷം 554 വർഷങ്ങൾക്ക് ശേഷം, അതായത് 5 നൂറ്റാണ്ടിലധികം, 5 നൂറ്റാണ്ടോളം ആയപ്പോൾ 1830 ഈ ഉത്തിരിയം അക്ഷയമായി കാണപ്പെട്ടു. ശരീരം അതിൻ്റെ കല്ലറയിൽ നിന്ന് മാറ്റിയപ്പോൾ ഈ ഉത്തിരിയം മാത്രം, 500-ലധികം വർഷം പഴക്കമുള്ള ഈ ഉത്തിരിയം മാത്രം യാതൊരു കേടും കൂടാതെ അക്ഷയമായി അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അത്
വളരെ വലിയ ഒരു അത്ഭുതമായി അന്ന് സ്വീകരിച്ചു. ഇറ്റലിയിലെ അരേസോ എന്ന മ്യൂസിയത്തിൽ ഇന്നും ആ ഉത്തരീയം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. 1830 1277 ധരിപ്പിച്ച ആ ഉത്തരീയം 550 വർഷങ്ങൾക്ക് ശേഷം എടുത്ത് ഇന്നും അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. 1280 മുതൽ കർമ്മലോത്രിയ സഖ്യത്തിൻ്റെ യോഗങ്ങൾ നടന്നതിൻ്റെ രേഖകൾ ഇന്നും കാണാം. അതും ഇറ്റലിയിലാണ് യോഗങ്ങൾ നടന്നതിൻ്റെ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉത്തരീയ സഖ്യം അതിപുരാതനമായ ഒരു മരിയൻ ഭക്ത സംഘടനയാണ്. മാതാവിൻ്റെ നാമധേയത്തിലുള്ള മാതാവിൻ്റെ ഒത്തിരി ഭക്തിപൂർവ്വം ധരിക്കുന്നവരുടെ ഒരു സംഘടനയാണ് ഈ ഉത്തരീയ സഖ്യം. അപ്പോൾ ക്രിസ്തുവിന് മുൻപ് ഏലിയ പ്രവാചകൻ്റെ കാലം മുതൽ തന്നെ അത്രയ്ക്ക് കർത്താവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള ആ ചരിത്രഘട്ടം വരെ വേരുകൾ നീളുന്ന ഒരു അതിമഹത്തായ അതിഭാവനമായ ഒരു ചരിത്രമാണ് കർമ്മലിത്ത സഭയ്ക്കുള്ളത്. ഏലിയ പ്രവാചകൻ്റെ കാലം വരെ വേരുകളുള്ള അതിപുരാതനമായ സന്യാസ സഭയാണ് കർമ്മലിത്ത സഭ. അതിൻ്റെ അതിവിശിഷ്ടമായ ആത്മീയ പൈതൃകമാണ് ഉത്തരീയം. നമുക്ക് നമ്മളിന്ന് ഉത്തരീയം ധരിക്കുമ്പോൾ അതിന് എത്ര നൂറ്റാണ്ടുകളുടെ ആയിരത്താണ്ടുകളുടെ പഴക്കമുണ്ടെന്നും പ്രാധാന്യമുണ്ടെന്നും അംഗീകരിക്കപ്പെട്ടിരുന്നുവെന്നും അതുവഴി അനുഗ്രഹങ്ങൾ നിർലോഭമായി ചൊരിയപ്പെട്ടിരുന്നുവെന്നുമൊക്കെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് എന്തുമാത്രം അഭിമാനവും സന്തോഷവും നമുക്ക് നൽകുവാൻ കഴിവുള്ളതാണ്. ഈ അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ ഉത്തരീയം സ്വീകരിക്കുവാൻ ധരിക്കുവാൻ നമ്മൾ തയ്യാറാവണം. ഇത്രയ്ക്ക് അതിപുരാതനമായ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങൾ എന്ന അഭിമാനത്തോടുകൂടെ ഉത്തരീയം ധരിക്കാൻ പരിശ്രമിക്കുക. തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ വളരെ പ്രത്യേകമായ സംരക്ഷണം നമുക്കുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നൂറ്റാണ്ടുകളായി അനേകം മാർപ്പാപ്പമാരും വിശുദ്ധരും ഒക്കെ ഭക്തിപൂർവ്വം ധരിച്ചു വന്നിട്ടുള്ള ഈ ഉത്തരീയം ധരിക്കുന്നതിലൂടെ തീർച്ചയായും നമുക്ക് നന്മയല്ലാതെ മറ്റൊന്നും വരാനില്ല. നമ്മൾ ജനപ്രീതി നോക്കിയല്ല, അതുമൂലം നമുക്ക് ലഭിക്കുന്ന ആധ്യാത്മികമായ നന്മകളെ നോക്കി ഉത്തരീയത്തെ വിലയിരുത്തുവാനും ഭക്തിയോടെ സ്നേഹത്തോടെ ആദരവോടെ ധരിക്കുവാൻ പരിശ്രമിക്കുക. ഉത്തരീയം ആദരവോടെ ചുംബിക്കുക. ഉത്തരീയം നൽകിയ മാതാവിന് ആത്മാർത്ഥതയോടുകൂടെ നന്ദി പറയുവാൻ പരിശ്രമിക്കുക. നമുക്ക് ഒരു നിമിഷം മാതാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ ദാനത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത്രയേറെ പുരാതനമായ ആത്മീയ പാരമ്പര്യത്തിലേക്ക് ഞങ്ങൾ അങ്ങ് വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ യോഗ്യത കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല, അങ്ങ് ഞങ്ങളുടെ നേരെ കാണിക്കുന്ന പ്രത്യേകമായ വാത്സല്യം, കാരുണ്യം, പരിഗണന ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ വലിയ ഭാഗ്യം കൈവന്നതെന്ന് വിനയത്തോടുകൂടെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് ഞങ്ങളുടെ നേരെ വർഷിക്കുന്ന ഈ വലിയ സ്നേഹത്തിനും കരുതലിനും അർഹമായ വിധം അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അങ്ങയെ സ്നേഹിച്ചുകൊണ്ട്, അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജയിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.